കാര്യോപദേശക സമിതി യോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ രൂക്ഷമായ വാക്പോര്. കോൺഗ്രസിന്റെ സമരാഗ്നി ജാഥ നടക്കുന്നതുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിൽ ക്രമീകരണം നടത്താൻ സർക്കാർ സഹകരിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടതാണ് വാക്പോരിലേക്ക് നയിച്ചത്. ബജറ്റ് 2-ാം തീയതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യം സർക്കാർ തള്ളി. നിങ്ങൾ വലിയ സഹകരണമാണല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അമ്മാതിരി വർത്തമാനം ഇങ്ങോട്ട് വേണ്ടെന്ന് മുഖ്യമന്ത്രിയും ഇമ്മാതിരി വർത്തമാനം ഇങ്ങോട്ടും വേണ്ടെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു. ഫെബ്രുവരി 15-ന് അവസാനിക്കുന്ന രീതിയിൽ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി. സെയ്ഫ് സൈനുലാബ്ദീൻ വിവരങ്ങളുമായി. സെയ്ഫ്, വലിയ തർക്കത്തിലേക്കാണോ കാര്യങ്ങൾ കലാശിച്ചത്? അതെ നിഷാദ്, മാർച്ച് മാസം 27-ാം തീയതി വരെയായിരുന്നു നിയമസഭയുടെ ബജറ്റ് സമ്മേളനം തീരുമാനിച്ചിരുന്നത്. ഇതിനിടയിലാണ് പ്രതിപക്ഷം ഒരു കത്ത് സ്പീക്കർക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും നൽകിയത്. കോൺഗ്രസിന്റെ സമരാഗ്നി എന്ന പരിപാടി നടക്കുന്നതുകൊണ്ട് സഭാ സമ്മേളനത്തിൽ ഒരു ക്രമീകരണം വരുത്തണം, ഈ സമയങ്ങളിൽ സഭ പാടില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാര്യോപദേശക സമിതി യോഗം ചേർന്നത്. 5-ാം തീയതിയിൽ ബജറ്റ് 2-ാം തീയതിയിലേക്കാക്കിക്കൊണ്ട് 5, 6, 7 തീയതികളിൽ ബജറ്റിന്മേലുള്ള ചർച്ച നടത്തണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഈ സമരം നടക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരത്തിലുള്ള പരിപാടി നടക്കുന്ന സമയങ്ങളിൽ സംസ്ഥാന സർക്കാർ സഹകരിക്കാറുണ്ട് എന്നുകൂടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, നിങ്ങൾ വലിയ സഹകരണമാണല്ലോ, അമ്മാതിരി വർത്തമാനമൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പ്രതിപക്ഷ നേതാവിനോട് മുഖ്യമന്ത്രി പറഞ്ഞത്. നിങ്ങളോട് ചോദിച്ചിട്ടല്ല ഞാൻ തീരുമാനമെടുക്കുന്നതെന്നും ഇമ്മാതിരി വർത്തമാനം ഇങ്ങോട്ട് വേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കാര്യോപദേശക സമിതി യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങി വരികയാണ് ചെയ്തത്. പിന്നീടാണ് സംസ്ഥാന സർക്കാർ ബജറ്റിൽ മാറ്റം വരുത്തേണ്ടെന്ന തീരുമാനമെടുത്തത്. 5-ാം തീയതി തന്നെ ബജറ്റ് നടക്കും. കോൺഗ്രസിന്റെ പരിപാടി നടക്കുന്നതിനിടയിൽ, അതായത് 12-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയും നടക്കും. 15-ാം തീയതി നിയമസഭാ സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് വെട്ടിച്ചുരുക്കുകയും ചെയ്യുന്നു. നിഷാദ്.